ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. മുണ്ട് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. സെറ്റ് മുണ്ടിന് അത്രയൊക്കെ വീതി കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ല കസവൊക്കെ പോകണമല്ലോ. കസവൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. നമുക്ക് വേണ്ടിയ വണ്ണം ഇത് ഓപ്പൺ ഇല്ലാത്തതാണ് കേട്ടോ. അപ്പം പരമാവധി കിട്ടുന്ന വണ്ണം നമുക്കെടുക്കാം. എത്ര കിട്ടുമെന്ന് നോക്കാം. 15 ഇഞ്ച് വണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത്, മുകളിൽ ആവശ്യമുള്ള വണ്ണം 11 ഇഞ്ചാണ്. 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് നമ്മളിത് തയ്ക്കുന്നത്. 33ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും. 6ൻ്റെ പിന്നെ 4 എന്ന് പറയുമ്പോൾ 9 4 36 9 ഇഞ്ച് കിട്ടും. 9ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മളിവിടെ 11 ഇഞ്ചാണ് വണ്ണം എടുക്കുന്നത്. അത് നമുക്ക് കര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് താഴെയിട്ട് വേണം എടുക്കാനായിട്ട്. കര നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം വണ്ണം. ആ 11 തന്നെ കുറച്ചുകൂടെ താഴെയും 11 തന്നെ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഷോൾഡർ കഴുത്ത് കുറച്ച് പുറത്തെ കഴുത്ത് കയറി വി ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഷോൾഡർ 7 ഇഞ്ച് എടുക്കാം. അത് താഴെയും കുറച്ചുകൂടെ താഴെയും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴിയും 7 ഇഞ്ച് താഴോട്ട് 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 2 സൈഡിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന സൈഡിലും 2 സൈഡിലും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് അതിനെ നമുക്കൊരു ബോക്സ് പോലെ ആക്കാം. ഇനി പിന്നെ ഇടവണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 13 ഇഞ്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യാം. അവിടെ 11 ഇഞ്ച് വണ്ണം ആദ്യം മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ഇറക്കം നമുക്കിതിന് വേണ്ടിയത് 32 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. ഒരു ജീൻസിനൊക്കെ ഇടാൻ പരുവത്തിലാണ് തയ്ക്കുന്നത്. അപ്പം 32ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി ഒരു 34 ഇഞ്ച് 2 തുമ്പും കൂടെ ഇടാൻ വേണ്ടി 34 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യാം. 2 സൈഡിലും 34 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 2 മാർക്കും കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇനി കൈക്കുഴി 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യാം. അവിടുന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിരിക്കുന്ന തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അടിഭാഗത്തേക്ക് നമ്മൾ 15 ഇഞ്ച് വണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ആ 15 ഇഞ്ച് മൊത്തം എടുക്കണം കേട്ടോ അതിലേക്ക്. അപ്പം ഷേപ്പിൽ കൂടെ വരച്ച് താഴെ കിട്ടുന്ന അത്രയും വണ്ണത്തിലേക്ക് എടുക്കണം. ഇനി നമുക്ക് വരച്ചയിലെ വെട്ടിമാറ്റാം. ഇനി ലൈനിങ് ഇത് കനം കുറവല്ലേ, അപ്പോൾ നമുക്ക് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കണം. ലൈനിങ് ഇട്ടിട്ട് ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടങ്ങ് വെട്ടിയെടുത്താൽ മതി. നമ്മളിപ്പോൾ വെട്ടിയ ഭാഗം ഒരു ലൈനിങ് ഇതുപോലെ തന്നെ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിലേക്ക് വെച്ചിട്ട് അതുപോലെ വെട്ടിയെടുത്തിരിക്കുക. ഇറക്കം മാത്രം കുറച്ചെടുത്താൽ മതി. ഒരു 2 ഇഞ്ച് ഇറക്കം കുറച്ചിട്ട് നമ്മൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി അങ്ങ് മാറ്റി വെക്കാം. ഇനി കൈയാണ് എടുക്കുന്നത്. കൈക്ക് നമുക്കിവിടെ ഇറക്കം 6.5 കിട്ടുന്നുള്ളൂ. അതേ എൻ്റെ ബാക്കി തുണിയിൽ നിന്ന് കിട്ടുമ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ കഷ്ണം അതിൽ കൂട്ടി പിടിപ്പിക്കണം. അല്ലെങ്കിൽ വീതിയുള്ള തുണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതിൽ എങ്ങനെയാണോ അതനുസരിച്ച് എടുക്കണം. കൈക്ക് നീളം എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അടിയിലത്തെ കസവിൻ്റെ ഭാഗം കരയുടെ ഭാഗം നമ്മൾ മുകളിലേക്ക് മടക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറക്കം കുറച്ച് കുറവായിരിക്കും. ചെറിയ കൈയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ ഇറക്കം ഇവിടെ നമുക്ക് കിട്ടുന്നത് 6.5 ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത്. അതും 9 ഇഞ്ച് പിന്നെ വീതി 9 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യാം. ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് 3 ഇഞ്ച്
3 ഇഞ്ച് താഴോട്ട്. സാധാരണ നമ്മൾ 3.5 എടുക്കുന്നത്. ഇത് 3 എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കഷ്ണം കൊണ്ട് തീരെ വീതി ഇല്ലാതെ വരും. അതുകൊണ്ടാണ് അങ്ങനെ 3 എടുക്കുന്നത്. 3 എടുത്തിട്ട് മുകളിൽ നിന്ന് ഷേപ്പായിട്ട് വരച്ചെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതിൽ നമുക്കിങ്ങോട്ട് വെട്ടിയെടുക്കാം. കൈയുടെ അടിഭാഗം നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 8 ഇഞ്ച് നിന്ന് മുകളിലേക്ക് വെട്ടിയെടുക്കാം. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ബാക്കിലെ കഴുത്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അത് ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 3.5 ഇഞ്ച് അകലവും 2 ഇഞ്ച് താഴ്ചയും. എന്നിട്ട് അതൊരു ഷേപ്പാക്കി വരച്ചെടുക്കാം. അതിൽ നമ്മൾ ഇപ്പം മടക്കിയിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളിപ്പോൾ വരച്ചതിൽ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിയുമ്പോൾ മറുവശത്തൂടെ അടുപ്പ് വീഴും. എന്നിട്ട് അവിടെയും കൂടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പ് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പീസിലാണ് നമ്മൾക്ക് കഴുത്ത് അടയാളപ്പെടുത്തേണ്ടത്. ഫ്രണ്ട് പീസിന് നമ്മളൊരു ക്യാൻവാസയിലാണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്താൻ പോകുന്നത്. 4.5 ഇഞ്ച് വീതിയിലും ഒരു 8 ഇഞ്ച് ഇറക്കത്തിലുമായിട്ട് ഒരു ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുക കേട്ടോ. രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഒരു ക്യാൻവാസ് മുറിച്ചെടുക്കുക. അതിൽ ആണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ്. കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്താം. ഇറക്കം ഒരു 7 ഇഞ്ചും. ഇനി ആ 2 പോയിൻറ്റുകൾ തമ്മിൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. വേണമെങ്കിൽ നേരെ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുത്താൽ മതി. അതല്ലെന്ന് വരികിൽ ചെറുതായിട്ടൊരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നേരെ വി അല്ല, ചെറിയൊരു കർവ് കൊടുത്തിട്ടാണ് വി ആയിട്ട് എടുക്കുന്നത്. ഇനി ആ മാർക്ക് ചെയ്തേക്കുന്നിടത്തുനിന്ന് ഓരോ ഭാഗത്തും ഓരോ ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഞാൻ വരച്ചിരിക്കുന്ന വരകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെട്ടിയെടുക്കാം. ഇനി അത് നമുക്കൊരു തുണിയിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കഴുത്ത്. ഇത് ക്യാൻവാസ് നമ്മൾ ഒരു തുണിയിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളഞ്ഞ് മടക്കി അടിക്കാനുള്ള ഭാഗം നിർത്തിയിട്ട് ബാക്കി വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കഴുത്ത് നമ്മൾ പീസയിലേക്ക് പിടിപ്പിക്കാനായിട്ടാണ് പോകുന്നത്. പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൈനിങ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം തയ്ച്ചെടുത്തിരിക്കുന്നത് വെക്കുക. സെൻറ്റർ രണ്ടിൻ്റെയും സെൻറ്റർ കണക്കാക്കി വെക്കുക. ആ 3 പീസും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പിന്ന് കുത്തി വെക്കാം. ഇനി ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ക്യാൻവാസെ കൊള്ളാതെ അതിൻ്റെ അരിയിൽ കൂടെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വെട്ടിക്കളയണം. ഓരോ വെട്ട് കൊടുക്കാം. ശരിക്കും മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെട്ട് കൊടുക്കുന്നത്. സെൻറ്റർ ഏറ്റവും അടിഭാഗത്ത് സെൻറ്ററിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഉള്ളിലേക്കും മറിച്ച് കൊടുക്കാം. ഇനി അതിന് സൈഡിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്തടിക്കാം. അതിന് ശേഷം അടിയിലത്തെ തുമ്പിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. കഴുത്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇടത്തെ ഭാഗത്ത് ആയിട്ട് നമ്മൾ ആ കര വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചു പിടിപ്പിക്കണം. അതിന് ആ ഷോൾഡറിൻ്റെ സെൻറ്റർ കണ്ടിട്ട് പകുതി ഭാഗം കൊണ്ടായിട്ട് വെച്ച് അടിവരെ വെച്ച് കൊടുക്കാം. അത് 2 ഭാഗത്തും മടക്കി കൊടുത്തിട്ട് അടിച്ചു കൊടുക്കണം. ലൈനിങ് കൂടാതെ അതിൻ്റെ ഫ്രണ്ട് പീസെ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ അടി അടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. നമ്മൾ കര പിടിപ്പിച്ച് കഴിഞ്ഞു. 2 സൈഡും അടിച്ചു പിടിപ്പിച്ചു. ഇനി അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി നമ്മൾ കുറച്ചെടുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് എടുത്ത് വെട്ടാം. അതിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെട്ടിമാറ്റാം.
ഇനി ബാക്ക് കഴുത്താണ് തയ്ക്കുന്നത്. ബാക്ക് കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പീസ് അകത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ചു. ലൈനിങ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാർക്കിൽ കൂടെ അടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വെട്ടി മാറ്റണം. ലൈനിങ് നന്നായിട്ട് മറിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളവുള്ള ഭാഗത്ത് ചെറിയ കട്ട് കൊടുക്കാം. ഇനി ലൈനിങ് അങ്ങ് മറിച്ചിടാം. ഇനി ഷോൾഡർ കൂട്ടി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് എടുത്തു വെക്കാം. ഇനി ഷോൾഡർ പിടിപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് നല്ല പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് അടുത്ത ലൈനിങ് എടുത്ത് ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും. എന്നാൽ അവിടെ തുമ്പൊളിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. അത് എടുത്തപ്പോൾ കണ്ട തുമ്പൊളിച്ച് നന്നായിട്ട് തുമ്പൊളിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചത്. ഇനി കഴുത്ത് ബാക്ക് പീസിൻ്റെ കഴുത്തിൽ ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കണം. ബാക്ക് പീസിൻ്റെ നമ്മൾ കഴുത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. കൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നുണ്ടോ നേരത്തെ വെട്ടി വെച്ചിരുന്ന ആ കര മുകളിലേക്കായിട്ട് മടക്കി വെക്കുക. അടിക്കുന്നില്ല, വെറുതെ മടക്കി വെക്കുക. അങ്ങനെ എന്നിട്ട് രണ്ടും ഒരേ ഒപ്പം ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം കുറച്ച് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. കൈയുടെ നമ്മളെ മാർക്ക് ചെയ്തോടം ടോപ്പിൻ്റെ ഫ്രണ്ട് പീസിലേക്കായിട്ട് വരുത്തി രണ്ടിനെയും കൂടെ സെൻറ്റർ ഒരുപോലെ വെച്ചിട്ട് അടിക്കാം. അങ്ങനെ 2 സൈഡിലേക്കും ഒന്ന് ഈ വശത്തേക്ക് അടിക്കുക, പിന്നെ തിരിച്ചു വന്നിട്ട് മറുവശത്തേക്കും അടിക്കുക. മറ്റേ കൈയും അതുപോലെ തന്നെ ചെയ്യാം. കൈ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗവും അടിച്ചു കഴിഞ്ഞു. ഇനി വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 33 ഇഞ്ച് വണ്ണമാണ്. 33ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ 36, 36ൻ്റെ പകുതി 18 ഇഞ്ചാണ് നമ്മളിവിടെ വണ്ണം ഇടാൻ പോകുന്നത്. ഇടവണ്ണം എന്ന് പറയുന്നത് അതിൽ നിന്ന് 3 ഇഞ്ച് കൂടെ കുറച്ച് 15 ഇഞ്ച്. അങ്ങനെ അവിടെ 15 ഇഞ്ച് ഇടുക. ഇനി അവിടെ നിന്ന് മുകളിലത്തെ പോയിന്റിൽ നിന്ന് അവിടെ വരച്ചിരിക്കുന്ന ആ പോയിന്റിലേക്ക് കൂട്ടിയിട്ട് അടിഭാഗത്തേക്ക് വിരിവ് കൂട്ടി അടിച്ചു കൊടുക്കുക. കൈ നമ്മൾ അടിച്ചിട്ടുണ്ട്. കൈയുടെ ഇനി അടിവണ്ണം നമ്മൾ അടിക്കാൻ സമയത്ത് പിന്നെ കരയുള്ള ഭാഗം നല്ല വശത്തേക്ക് മടക്കി കൊടുക്കുക. പക്ഷേ മടക്കി കൊടുത്ത് സാധാരണ നമ്മൾ അടിക്കുന്നുണ്ട്, ഇത് നേരെ അടിക്കുന്നില്ല, വെറുതെ മടക്കി കൊടുക്കുന്നുള്ളൂ. മടക്കി കൊടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ കൈയുടെ വണ്ണം അടിക്കാനായിട്ട്. ഇതിപ്പോൾ ചെറിയ നീളം കുറഞ്ഞ കൈ ആയതുകൊണ്ട് ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരു 6.5 ഇഞ്ച് നമുക്ക് ആ കൈക്ക് വണ്ണം കൊടുക്കാം. അപ്പോൾ കൈ അവിടെ ഇച്ചിരി പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 6.5 ഇഞ്ച് വണ്ണം കൊടുത്തിട്ട് ആ കൈ അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ അടിച്ചു വിട്ടാൽ മതി. നമ്മൾ വണ്ണം സൈഡ് അടിച്ച് കഴിഞ്ഞാണ്. ഇനി നമ്മൾ ഇറക്കം നോക്കുകയാണ്. ഇറക്കം നമുക്ക് ഈ ടോപ്പിന് വേണ്ടി 32 അപ്പോൾ ഇറക്കം നോക്കുമ്പോൾ ഇതിനുള്ളത് 33. അപ്പോൾ 33 തന്നെ വേണം, കാരണം അടിഭാഗം നമുക്ക് മടക്കി അടിക്കേണ്ടിയുണ്ടല്ലോ. പിന്നെ സൈഡ് ഒരു 3 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്യും. ഇനി അടിയ 2 മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ അടിച്ചു കഴിഞ്ഞു. അടിക്കുമ്പോൾ 2 മടക്ക് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ആദ്യത്തെ 1 മടക്കി അടിച്ചതിന് ശേഷം രണ്ടാമത് 1 കൂടെ അടിക്കാവുള്ളൂ. അല്ല 2 മടക്ക് ഒരുമിച്ചിട്ട് ഒറ്റ അടുപ്പായിട്ട് അടിക്കരുത്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഇങ്ങനെ ക്രോസ് വരുന്നതുകൊണ്ടാട്ടോ. സൈഡ് നമ്മൾ കയറ്റിയല്ലേ വെട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. നേരെയുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് അടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. ഇതിൽ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ ആക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ വേണേലും ഉപയോഗിക്കാം. എല്ലാവരും ഇതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നന്ദി.